നമസ്കാരം. സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴാഴ്ച ബ്രിസ്റ്റോളിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരം അവസാനിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും തമ്മിൽ മൈതാനത്ത് വെച്ച് ദീർഘനേരം നീണ്ട ചർച്ചയിലായിരുന്നു. ആ സമയത്ത് അവരുടെ മുഖത്തുണ്ടായിരുന്ന കടുത്ത ഗൗരവവും നിശ്ചലതയും വ്യക്തമാക്കിയത് ഒന്നു മാത്രമാണ്. കളിച്ച 6 മത്സരങ്ങളിൽ 5ാമത്തെയും തോറ്റു തുന്നം പാടിയ ഒരു ടീമിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ പൂർണ്ണമായ നിസ്സഹായാവസ്ഥ. അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം കാണാത്ത അത്രയും ദയനീയവും ലജ്ജാകരവുമായ ഒരു ഇംഗ്ലണ്ട് പര്യടനത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിച്ചാൽ 2018-19 സീസണിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി 2 ട്വന്റി പരമ്പരകൾ തോക്കുന്നത്. ഇതൊരു വെറും തോൽവിയല്ല, മറിച്ച് എതിരാളികൾക്ക് മുന്നിൽ പൊരുതാൻ പോലുമാകാതെ പൂർണ്ണമായി കീഴടങ്ങുന്ന അവസ്ഥയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടന്ന 2020 ലോകകപ്പ് കിരീടം രാജ്യം അഭിമാനത്തോടെ ഉയർത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വൻ തകർച്ചകൾ ഉണ്ടാകുന്നത് എന്നതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നതും പ്രകോപിപ്പിക്കുന്നതും. ഈ പര്യടനത്തിലെ ആദ്യ മത്സരത്തിൽ ദുർബലരായ അയർലൻഡിനോട് തോറ്റപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്ന് കരുതി തള്ളിക്കളഞ്ഞവർക്ക് പൂർണ്ണമായും തെറ്റി. അയർലൻഡിന്റെ വളർച്ചയെയും അവിടുത്തെ സാഹചര്യങ്ങളെയും ഇന്ത്യൻ ടീം വളരെ കുറച്ചു കണ്ടു എന്ന മത്സരത്തിന് ശേഷം കേട്ട ശ്രേയസർക്ക് തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ മത്സരം മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ തുടർന്ന് നടന്ന മത്സരങ്ങളിലെല്ലാം ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. എന്നാൽ ട്രെന്റ് ബ്രിഡ്ജിൽ നടന്ന 5ാം മത്സരത്തിൽ 125 റൺസിന് തകർന്നടിഞ്ഞതോടെ ഇന്ത്യ കേവലം ഒരു ഫോമില്ലായ്മയല്ല, മറിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് ക്രിക്കറ്റ് ലോകത്തിന് ബോധ്യമായി. അന്ന് വെറും 76 റൺസിനാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര മുഴുവനായി പുറത്തായത്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യയുടെ 2ാമത്തെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. അതിലും വലിയ നാണക്കേട് ഇന്ത്യൻ നിരയിലെ ഒരൊറ്റ ബാറ്റർ പോലും 20 റൺസ് കടന്നില്ല എന്നതാണ്. ഇതിലും താഴേക്ക് ഇന്ത്യക്ക് ഇനി പോകാനില്ലെന്ന് ആ മത്സരത്തിന് ശേഷം ശ്രേയസ് അയ്യർ പറഞ്ഞെങ്കിലും 2 ദിവസത്തിന് ശേഷം ബ്രിസ്റ്റോളിലെ കൗണ്ടി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ വീണ്ടും നാണം കെട്ടു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ 159 റൺസ് എന്ന ചെറിയ വിജയലക്ഷ്യം ഹാരി ബ്രൂക്കിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇംഗ്ലണ്ട് ടീം വെറും 13.5 ഓവർ ഒരൊറ്റ വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി സുഗമമായി അടിച്ചെടുത്തു. 2022 2020 ലോകകപ്പ് സെമിഫൈനലിൽ അഡ്ലൈഡിൽ വെച്ച് ഇംഗ്ലണ്ട് ഇന്ത്യ 10 വിക്കറ്റിന് തച്ചു തകർത്തതിന്റെ കൃത്യമായ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇന്നലത്തെ കളി. തുടർച്ചയായ വിജയങ്ങളുടെയും ലോകകപ്പ് കിരീടധാരണത്തിന്റെയും വലിയ ആത്മവിശ്വാസത്തിലാണ് BCCയും ടീം മാനേജ്മെന്റും വലിയ മാറ്റങ്ങൾക്ക് മുതിർന്നത്. എന്നാൽ ലോകകപ്പ് നേടുന്ന ക്യാപ്റ്റനെ മാറ്റിയതിനു ശേഷം കഴിഞ്ഞ 2 വർഷമായി 2020 ടീമിന് പുറത്തിരുന്ന ശ്രേയസ് അയ്യർക്ക് ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം വെച്ച് നീട്ടുകയായിരുന്നു. ഇതിനൊപ്പം ലോകകപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സൂര്യകുമാർ യാദവിനെയും മലയാളി താരം സഞ്ജു സാംസണെയും ഈ പരമ്പരകളിൽ പൂർണ്ണമായി തഴഞ്ഞു. അയർലൻഡിലെയും ഇംഗ്ലണ്ടിലെയും ആദ്യ 3 മത്സരങ്ങളിലെ തോൽവിയുടെ പേരിൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റിയതോടെ അവന് തിരിച്ചുവരവിന് ഒരു അവസരം പോലും നൽകാത്ത അവസ്ഥയാണ് ഉണ്ടായത്. ടീമിന്റെ പരാജയങ്ങൾക്കിടയിലും സഞ്ജുവിനോട് കാണിക്കുന്ന ഈ അവഗണനയിൽ ആരാധകർ കടുത്ത അമർഷത്തിലാണ്. ടീം മാനേജ്മെന്റ് പുതിയ പരീക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത്. മുൻനിര ബാറ്റർമാർ ആർക്കും തന്നെ പിച്ചിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനോ താളം കണ്ടെത്താനോ സാധിക്കുന്നില്ല. ബൗളിംഗ് പ്ലാനുകളുമാകട്ടെ ഓരോ മത്സരത്തിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. ലോകകപ്പ് നേതാവായ ക്യാപ്റ്റനെ മാറ്റാൻ മാനേജ്മെന്റ് കാണിച്ച ധാർഷ്ട്യം ഇപ്പോൾ ടീമിന് തന്നെ തിരിച്ചടിയായി മാറുകയാണ്. കൃത്യം 1 വർഷം മുമ്പ് ഇത്തരമൊരു ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീം ഇതേ ആശങ്കയിലൂടെ കടന്നുപോയതാണ്. അന്ന് ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ തകർച്ചയ്ക്ക് പിന്നാലെ ശുഭ്മാൻ ഗില്ലിനെ ടെസ്റ്റ് ക്യാപ്റ്റനാക്കിയിരുന്നു. ഓവലിൽ നടന്ന അവസാന ടെസ്റ്റിന്റെ അവസാന ദിനം ഇംഗ്ലണ്ടിന് ജയിക്കാൻ വെറും 35 റൺസ് മാത്രം മതിയാകുമായിരുന്ന ഘട്ടത്തിൽ മുഹമ്മദ് സിറാജ് എറിഞ്ഞ ഒരു അത്ഭുത സ്പെല്ലാണ് അന്ന് ഇന്ത്യക്ക് സമനില സമ്മാനിച്ചത്. അന്ന് സിറാജ് തന്റെ വ്യക്തിഗത മികവ് കൊണ്ട് പരമ്പര രക്ഷിച്ചപ്പോൾ മാനേജ്മെന്റിന്റെ തന്ത്രപരമായ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഒടുങ്ങിപ്പോവുകയും കോച്ച് ഗൗതം ഗംഭീർ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ 1 വർഷത്തിന് ശേഷം കൃത്യമായ തന്ത്രങ്ങളിലാണ് ഇംഗ്ലണ്ടിലെത്തിയ ഗംഭീറിന്റെ ടീമിനെ രക്ഷിക്കാൻ ഇത്തവണ ഒരു മാന്ത്രിക സ്പെല്ലുമായി സിറാജും ഉണ്ടായിരുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ വളരെ എളുപ്പത്തിൽ തോൽപ്പിച്ച അതേ ഇംഗ്ലണ്ട് ടീമിന് മുന്നിൽ ഇന്ത്യക്ക് ഇത്തവണ 0-3 പരമ്പര പൂർണ്ണമായി അടിയറവ് വെക്കേണ്ടി വന്നു. മുമ്പ് ലോകകപ്പിൽ ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ പാളിയപ്പോഴൊക്കെ സഞ്ജുവിനെ പോലുള്ള താരങ്ങളാണ് ടീമിന്റെ രക്ഷകരായത്. ഇപ്പോൾ ഗംഭീറിന്റെ തന്ത്രങ്ങളിലെ പാളിച്ചകൾ തുറന്നുകാട്ടി അനിൽ കുംബ്ലെയും വരുൺ ആരോണിനെയും പോലുള്ള മുൻ താരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. മാനേജ്മെന്റിനോട് ക്രിക്കറ്റ് ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരും മുൻ താരങ്ങളും ടീം മാനേജ്മെന്റ് നേരെ ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. തിലകവർമ്മയുടെ ബാറ്റിംഗ് ഓർഡർ. 2020 ക്രിക്കറ്റിൽ അടുത്തിടെ 2 മികച്ച സെഞ്ചുറികൾ നേടിയ തിലകവർമ്മയെ എന്തുകൊണ്ടാണ് 3ാം നമ്പറിൽ നിന്ന് പെട്ടെന്ന് 6ാം നമ്പറിലേക്ക് മാറ്റിയത്? ഫോമിലുള്ള ഒരു താരത്തിന്റെ ആത്മവിശ്വാസം തകർക്കുന്നതാണോ
പുതിയ തന്ത്രം? ടീമിൽ ശിവൻ ദുബെയുടെ യഥാർത്ഥ റോൾ എന്താണ്? ഇംഗ്ലണ്ടിലെ പേസ് ബൗളിംഗിന് മുന്നിൽ ദുബെയെ സംരക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ദുബെയ്ക്ക് പകരം മികച്ച രീതിയിൽ പന്തെറിയുകയും ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന അക്ഷർ പട്ടേലല്ലേ ടീമിന് കൂടുതൽ ഭേദം? വലംകൈ ബാറ്റർമാരെ പുറത്തിരുത്തി ഇടംകൈ ബാറ്റർമാർക്ക് മാത്രം ഇന്ത്യൻ ടീം അനാവശ്യ മുൻഗണന നൽകുന്നത് എന്തുകൊണ്ടാണ്? ഓരോ കളിയിലും ബൗളിംഗ് നിരയെ മാറ്റുന്നത് എന്തിനാണ്? ക്യാപ്റ്റന് സ്ഥിരമായി വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയുന്ന 5 പ്രധാന ബൗളർമാർ നൽകിക്കൂടെ? വാഷിംഗ്ടൺ സുന്ദറിനെ എന്തിനാണ് ടീമിൽ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്? ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ബൗളറോ ടീമിൽ വരുന്നതല്ലേ മധ്യനിരയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുക? ഇന്ത്യൻ ബാറ്റർമാർ പിച്ചിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ബാറ്റിംഗ് ശൈലി മാറ്റാൻ തയ്യാറാക്കാത്തതാണ് ഈ പരാജയങ്ങളുടെ പ്രധാന കാരണം. പണ്ട് 2014 ഗൗതം ഗംഭീറിന്റെ ഇംഗ്ലണ്ടിലെ മോശം പ്രകടനം കണ്ട് പ്രശസ്ത കമന്റേറ്റർ ജെഫ്രി ജോയ്ക്കട്ട് ഗംഭീറിനെ തത്സമയം റബീഷ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി എത്തി ഇംഗ്ലണ്ടിലെ ഇതേ മൈതാനങ്ങളിൽ ഇന്ത്യൻ ടീം തകർന്നടിയുമ്പോൾ റബീഷ് എന്ന വാക്ക് തന്നെ ഗംഭീറിന്റെ ബാറ്റിംഗിന് മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പരിശീലനത്തിനും കൂടിയുള്ളതാണെന്ന് തെളിയുകയാണെന്ന് വിമർശകർ പരിഹസിക്കുന്നു. വിദേശ സാഹചര്യങ്ങളിൽ കൃത്യമായ ഒരു തന്ത്രം രൂപീകരിക്കാൻ ഗംഭീറിന് സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു പരിവർത്തന ഘട്ടമാണെന്നും പുതിയ ടീമായതിനാൽ ആരാധകർ കുറച്ചുകൂടി ക്ഷമിക്കണമെന്നുമാണ് തോൽവികൾക്ക് ശേഷം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മാധ്യമങ്ങളോട് പറയുന്നത്. നാട്ടിലെ ഫ്ലാറ്റ് പിച്ചുകളിലേക്ക് കളി മടങ്ങുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ വീണ്ടും റൺസ് അടിച്ചുകൂട്ടിയേക്കാം. അതോടെ ആരാധകരുടെ ഈ ചോദ്യങ്ങളും അവസാനിച്ചേക്കാം. എന്നാൽ ഇംഗ്ലണ്ടിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഗൗതം ഗംഭീർ എന്ന കോച്ചിന്റെ തന്ത്രപരമായ അറിവില്ലായ്മയും മാനേജ്മെന്റിന്റെ പാളിച്ചകളെയും പൂർണ്ണമായും തുറന്നു കാട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം സിറാജ് എന്ന മാന്ത്രികൻ തന്റെ ബൗളിംഗ് കൊണ്ട് ഗംഭീറിന്റെ പിഴവുകളെ മൂടിവെച്ചു. എന്നാൽ ഇത്തവണ ഗംഭീറിനെയും ശ്രേയസ് അയ്യരെയും രക്ഷിക്കാൻ ഇന്ത്യൻ നിരയിൽ ആരും ഉണ്ടായില്ല എന്നത് BCCI ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിലെ ഈ കനത്ത തിരിച്ചടി ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്ന പാഠം ചെറുതല്ല. ലോകകപ്പ് നേടിയ ഒരു ടീമിനെ വെറും പരീക്ഷണങ്ങളുടെ പേരിൽ ഇത്രത്തോളം താഴേക്കെത്തിച്ചത് മാനേജ്മെന്റിന്റെ കടുത്ത പരാജയമാണ്. സഞ്ജു സാംസനെ പോലെയുള്ള മാച്ച് വിന്നർമാരെ പുറത്തിരുത്തി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇനിയും വലിയ നാണക്കേടുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് നേരിടേണ്ടി വരും. വരും ദിവസങ്ങളിൽ നാട്ടിൽ നടക്കുന്ന മത്സരങ്ങളിലെങ്കിലും തെറ്റുകൾ തിരുത്തി ശക്തമായ ഒരു ടീമായി മുന്നോട്ട് പോകാൻ മാനേജ്മെന്റ് തയ്യാറാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇംഗ്ലണ്ടിനെതിരായ മത്സരങ്ങളിലെ ഇന്ത്യൻ ടീമിന്റെ തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ചും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.